ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു മാക്രോണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മാക്രോണി ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് അത് മാത്രം ഒന്നുകൂടെ കാണിക്കുക. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ മാക്രോണി ആവശ്യത്തിന് എടുത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് അത് അടയ്ക്കണ്ട, അല്ലാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ ആ ഒരു ഉള്ളി ഈ എണ്ണയ്ക്കകത്തിട്ട് ഉപ്പിട്ട് വഴറ്റണം. ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴറ്റി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഉപ്പിനെ പറ്റി വലിയ ധാരണയില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. അതിനുശേഷം അതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും അടിപൊളിയാണ്. ഞാൻ ഇന്ന് എന്തോന്നു ചിക്കൻ മസാല ഇട്ടില്ല. ചിക്കൻ മസാല ഇട്ടുകയാണ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതായിരിക്കും. എന്നിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ഈ ഒരു മാക്രോണിയില്ലേ അതെടുത്ത് നമുക്ക് ഇതിനകത്ത് തട്ടിക്കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം എൻ്റെ മാത്രം റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു മക്രോണിയിൽ നമ്മൾ സോസ് ചേർത്ത് കൊടുക്കുക, അല്ലാതെ കഴിക്കുന്നത് മഹാ ബോറാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ഗൈസ്.